ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് പോകുന്നത് ബീച്ചിലേക്കാണ്. അപ്പോൾ നമ്മൾ പുതുവൈപ്പിൻ ബീച്ചാണ് വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രാർത്ഥന മോളുമായിട്ട് അങ്ങനെ അധികം പുറത്ത് പോകാറില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഫ്രീ ഉള്ള സമയങ്ങളിൽ കുഞ്ഞുമായിട്ടൊന്ന് പുറത്ത് പോവാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഓഫുള്ള ദിവസം നോക്കി അമ്മയായിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. പ്രാർത്ഥന ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ആൾ വീട്ടിന് പുറത്തിറങ്ങിയാൽ തന്നെ ഹാപ്പിയാവും. കാര്യം നമ്മൾ അധികം അങ്ങനെ പുറത്തോട്ടൊന്നും കൊണ്ടുപോകാത്തത് കൊണ്ട് ആൾക്ക് കാറും അതുപോലെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൾ പറയുന്നുണ്ടാവുക ടാറ്റാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു ടോയ് നമ്മൾ എപ്പോഴും കരുതും കേട്ടോ. ഇതിൻ്റെ പേര് സ്പിന്നർ എന്നാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാർ യാത്രയിൽ മാത്രമല്ല ട്രെയിനിലാണെങ്കിലും. അപ്പോൾ അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, ഒരു സൺസെറ്റൊക്കെ ഉള്ള ഒരു ഈവനിങ് ആയിരുന്നു. കുറേ കുട്ടികൾ പട്ടമൊക്കെ പറത്തി ഭയങ്കര ഒരു എന്തോ ഒരു പീസ്ഫുൾ എനിക്ക് തോന്നി അവിടെ എത്തിയപ്പോൾ. അങ്ങനെ അതിന് ശേഷം പ്രാർത്ഥന ജസ്റ്റ് ഒന്ന് ആൾക്കാരൊക്കെ കണ്ട് ഒന്ന് ജെല്ലാവുന്നിടം വരെ നമ്മൾ കുറച്ച് നേരം മോളുമായിട്ട് ബീച്ചസൊക്കെ കാണിച്ച് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പയ്യെ അവൾക്ക് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് നമ്മൾ കണ്ണാടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. കണ്ണാടിയൊന്നും പക്ഷേ അവൾ പ്രോപ്പറായിട്ട് വെക്കുന്നില്ല. അത് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ആളെടുത്ത് അത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സിനൊക്കെ മാച്ചപ്പ് ചെയ്യുന്ന രീതിയിൽ കണ്ണാടിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ പ്രാർത്ഥന സഹകരിച്ചില്ല. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയും കൊണ്ട് ബീച്ചിലിറങ്ങി. പക്ഷേ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അവൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. വെള്ളം തട്ടുമ്പോഴാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ മൈൻഡും ഭയങ്കര കംപ്ലീറ്റായി. അപ്പോൾ അങ്ങനെ ആൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ആദ്യം അതൊക്കെ നമ്മൾ കാല് മാത്രമേ നനച്ചുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, ഇറക്കി കുറച്ച് ഉള്ളോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷെ ആൾ ഹാപ്പി ആയിരുന്നു. അച്ഛനുമായിട്ട് ഫുൾ ടൈം ബീച്ചിൽ കളിച്ച് ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണെന്നറിയോ പുതിയ ഓരോ എൻവയോൺമെൻറ്റുമായിട്ട് നമ്മുടെ കുട്ടികൾ അഡാപ്റ്റ് ചെയ്യുന്നത്. സമയം പോണതേ അറിയില്ല. പക്ഷേ അവർക്ക് ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യും. അവർ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അതുമായിട്ടൊക്കെ അഡാപ്റ്റായി വരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. ഷീ ഈസ് ഗ്രോയിങ് എന്നുള്ള ചില റിയലൈസേഷൻസും ചിലപ്പോൾ നമുക്ക് ആ ഒരു ടൈമിലായിരിക്കും മനസ്സിലാവുന്നുണ്ടാവുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ജസ്റ്റ് വോണ്ട് ടു ഷെയർ ഹർ ബീച്ച് എക്സ്പീരിയൻസ്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.